പ്ലാസ്റ്റിക് മാത്രമേ ഇടുമ്പോൾ അത് മാത്രമേ ഇടാൻ പാടുള്ളൂ. മറ്റുള്ള ചപ്പും ചവറും ഇതുപോലെ പിന്നെ കവറുകളൊന്നും കൊണ്ടൊന്നും ഇടരുത്. പ്ലാസ്റ്റിക് മാത്രമെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ മാത്രമേ ഇടാം. വാഹനത്തിൽ വന്ന് നിക്ഷേപിക്കുന്നവരുടെ വാഹനത്തിൻ്റെ നമ്പർ കിട്ടിയാൽ നമ്മൾ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൈമാറി അവരുടെ കെട്ടിട ഉടമയുടെ ഡീറ്റെയിൽസ് എടുത്ത് പിഴ ചുമത്തി വരുന്നുണ്ട്. അത് നഗരസഭയ്ക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. ജനം കൂടെ അത് സഹകരിച്ചാൽ മാത്രമേ 100% ആവൂ. നമസ്കാരം കേരള. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കാക്കര മാവേലിപുരത്താണ്. ഇവിടെ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ കളക്ഷൻ യൂണിറ്റ് എന്നൊരു സംരംഭം തൃക്കാക്കര നഗരസഭ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലിനേക്കാൾ കൂടുതൽ ഇവിടെ ഭക്ഷ്യവസ്തുക്കളും കുഞ്ഞുങ്ങളുടെ ഡയപ്പറുമാണ് കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവണത ഇവിടുത്തെ നാട്ടുകാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രവണതയെക്കുറിച്ചും നാട്ടുകാരോട് നമുക്ക് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാം. പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മാത്രം കൊണ്ടിടാനായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം തൃക്കാക്കര നഗരസഭ ഇവിടെ ഒരുക്കിയേക്കുന്നത്. ഇതിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ഒഴിച്ച് ബാക്കി എല്ലാ വേസ്റ്റുകളും ഉണ്ട് അതിനകത്ത്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഇടാൻ പാടില്ലെന്നുള്ളതാണ്. പ്ലാസ്റ്റിക് മാത്രമേ ഇടുമ്പോൾ അത് മാത്രമേ ഇടാൻ പാടുള്ളൂ. മറ്റുള്ള ചപ്പും ചവറും ഇതുപോലെ പിന്നെ കവറുകളൊന്നും കൊണ്ടൊന്നും ഇടരുത്. അത് കൊണ്ടുപോയിട്ട് വേറെ എവിടെയെങ്കിലും കൊടുത്ത് ഇപ്പോൾ പ്ലാസ്റ്റിക് ചവറെടുക്കുന്ന ആൾക്കാർ വരുന്നുണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ അത് എടുക്കുന്ന ആൾക്കാർക്ക് ഡെയിലി കൊടുത്തു വിട്ട് അവർ കൊണ്ട് അത് നശിപ്പിച്ച് കളയണയാണ്. ഇത് വേറെ സ്ഥലങ്ങളിൽ ഇങ്ങനെയുണ്ടോ? അത് ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ? ഞാനിവിടെയും കണ്ട് ഞാൻ പോണ വഴിക്ക് അവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് ആണോ കുപ്പികൾ മാത്രമാണോ? ഇവിടെ ഞങ്ങളുടെ ഭാഗത്തൊന്നും വെച്ചിട്ടില്ല. കൊല്ലംകുടി മലയിലൊന്നും വെച്ചിട്ടില്ല. ഇവിടെ ഈ ഏരിയയില് ക്യാമറയുടെ നിരീക്ഷണത്തിലായിട്ടുമാണ് ഇങ്ങനെ ഒരു ചപ്പ് ചവറുകൾ വലിച്ചെറിയുന്ന ഒരു ഇതുള്ളത്. അങ്ങനെ വെക്കാൻ പാടില്ലെന്നുള്ളതാണ് എൻ്റെ ഇത്. എനിക്കതാണ് കൂടുതൽ. പ്ലാസ്റ്റിക് മാത്രമെന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ മാത്രമേ ഇടാം. ബാക്കിയുള്ള സാധനങ്ങൾ അതെല്ലാം കൂടി കൊണ്ട് അതിനകത്ത് നല്ലതല്ല. എന്നാൽ പിന്നെ ഇതൊക്കെ കൊണ്ടൊന്ന് തള്ളരുത്. അല്ലെങ്കിൽ ചവറിടാൻ വേറെ സ്ഥലം എടുക്കണം, വേറെ പാത്രം വേണം. സാർ, ഇവിടെ പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിൽ കളക്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ഇത് തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം അതിനകത്ത് പ്ലാസ്റ്റിക് ഒരു വാർഡിൽ 2 എണ്ണം വെച്ചിട്ട് 43 വാർഡിൽ കൂടി 86 എണ്ണം സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് വാട്ടർ ബോട്ടിലിനേക്കാൾ കൂടുതൽ ഇപ്പോൾ മറ്റ് വേസ്റ്റ് ഭക്ഷ്യവസ്തുക്കളും അല്ലാതെ വലിയ ഭക്ഷ്യ സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഇടുന്നത്. അത് അതിനകത്ത് നിക്ഷേപിക്കാൻ പറ്റാത്തത് പലരും പുറത്തുകൊണ്ട് വെച്ചിട്ട് ചാക്കായിട്ടാണ് വെച്ചിട്ട് പോയത് കണ്ടിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റിയുള്ള ഇതെന്താണ് സാറിൻ്റെ? അതിനെപ്പറ്റി ജനങ്ങൾ ശരിക്കും ബോധവൽക്കരണം നടത്തിയും ക്ലാസ് എടുത്തതിന് ശേഷമൊക്കെയാണ് ഇത് സ്ഥാപിച്ചത്. പക്ഷേ എന്നിരുന്നാലും ജനങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയാണ്. അത് നഗരസഭയ്ക്ക് ഇതൊരു ഹിറാമുട്ടിയായിട്ട് മാറിയിരിക്കുകയാണ്. എങ്കിലും അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ രാത്രികാല സ്ക്വാഡൊക്കെ നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടുപിടിക്കുന്നവർക്ക്, അങ്ങനെ ബോട്ടിൽ അല്ലാത്ത വേസ്റ്റ് നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഭീമമായ ഫൈൻ ഉൾപ്പെടെയുള്ള നടപടി. CCTV ഉണ്ടായിട്ടുമാണ് ഇത്തരത്തിൽ വേസ്റ്റുകൾ അവിടെ കൊണ്ട്. CCTV സ്ഥാപിച്ചിട്ടുള്ളിടത്ത് നിന്ന് പിന്നെ അതായത് CCTV മാത്രമല്ല, നഗരസഭ 10 മൂവബിൾ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അത് മൂവബിളാണ്, മാറി മാറി സ്ഥാപിച്ചിട്ടുണ്ട്. അതിലൂടെ വാഹനത്തിൽ വന്ന് നിക്ഷേപിക്കുന്നവരുടെ വാഹനത്തിൻ്റെ നമ്പർ കിട്ടിയാൽ നമ്മൾ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൈമാറി അവരുടെ കെട്ടിട ഉടമയുടെ ഡീറ്റെയിൽസ് എടുത്ത് പിഴ ചുമത്തി വരുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് അവിടുത്തെ പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് എവിടെ വെച്ചാലും ബുദ്ധിമുട്ടാവുമല്ലോ. കാരണം ബോട്ടിൽ മാത്രം കളക്ട് ചെയ്യേണ്ടടുത്ത് മറ്റുള്ള അഴുകുന്ന വേസ്റ്റോ ഫുഡ് വേസ്റ്റോ ആരോഗ്യപരമായ പ്രശ്നങ്ങളും ഉണ്ടാക്കും. തീർച്ചയായിട്ടും അതിനെതിരെ നഗരസഭ കർശന നടപടി ആലോചിച്ച് നടപ്പിലാക്കും. ഫൈൻ ഇതിനകം ചുമത്തിയിട്ടുണ്ട്. അങ്ങനെ നിക്ഷേപിച്ചവരെ ക്യാമറ മുഖാന്തരം കണ്ടെത്തി പിഴ ചുമത്തിയിട്ടുണ്ട്. അത് സെക്രട്ടറിയാണേ 5000 രൂപ മുതൽ പിഴ ചുമത്തും. വലിയ വാഹനത്തിൽ വന്ന കൂടിയ തുക 25,000 വരെ പിഴ. അതെന്ത് ഈ മാറ്റാൻ, അത് അവിടുന്ന് മാറ്റാൻ എന്താണ് നടപടി എടുക്കാത്തത്? വേസ്റ്റുകൾ മാറ്റാനായിട്ട് നഗരസഭ ഇന്നത്തെ ഹെൽത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് മാറ്റാനായിട്ടുള്ള നടപടി ഹരിതകർമ്മസേനയായിട്ടും കൂടെ യോജിച്ചു. അതെ. പ്ലാസ്റ്റിക് മാലിന്യം അത്രയും ഹരിതകർമ്മസേനയും അല്ലാത്തത് നഗരസഭയുടെ വാഹനത്തിൽ. ശരി, പലതരത്തിൽ ഇങ്ങനെ വേസ്റ്റുകൾ മാത്രമായിട്ട് നിക്ഷേപിക്കുന്നുണ്ട്. പല വാട്ടർ ബോട്ടിൽ ഇതായിട്ട്. അതെ. ഇല്ല, അത് നഗരസഭയ്ക്ക് ഒരു വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിരിക്കുകയാണ്. ജനം കൂടെ അത് സഹകരിച്ചാൽ മാത്രമേ 100% ആവൂ. അതിലേക്ക് വേണ്ടിയിട്ട് എന്തായാലും നഗരസഭ പരമാവധി ശ്രമിക്കുന്നതായിരിക്കും.